മായി കടക്കുമ്പോൾ കേരളം വൻ കടക്കണിയിലെന്ന് ധവളപത്രം. കേരളത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിലെത്തി. സംസ്ഥാന വരുമാനത്തിന്റെ 20.9% കടത്തിന്റെ പലിശയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഗുരുതര പ്രതിസന്ധിയിലാണ് കേരളം. സംസ്ഥാന GDP-യുടെ 35.5% കടബാധ്യത ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന് വരുമാന ഇനത്തിൽ ലഭിക്കുന്ന 100 രൂപ പോകുന്ന വഴി നോക്കുക. ഇതിൽ 77 രൂപ ശമ്പളം, പെൻഷൻ, പലിശ ഇനങ്ങളിൽ ചെലവഴിക്കണം. ബാക്കി 23 രൂപയാണ് സ്കൂളുകൾ, ആശുപത്രികൾ, റോഡ്, ക്ഷേമപ്രവർത്തനം, നിക്ഷേപം, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാറ്റിവെക്കാനാകുക. കടമെടുപ്പ് മാത്രമാണ് പോംവഴി. പക്ഷേ ഇതെല്ലാ പരിധികളും പിന്നിട്ടെന്നാണ് ധവളപത്രം പറയുന്നത്. കേരളത്തിൻ്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടിയിലെത്തി. സംസ്ഥാന വരുമാനത്തിൻ്റെ 20.9% കടത്തിൻ്റെ പലിശയ്ക്ക് ചിലവഴിക്കേണ്ടി വരുന്നു. സംസ്ഥാന GDP-യുടെ 35.5% കടബാധ്യത. ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. 2024-25 12 മാസത്തിൽ 10 മാസവും ട്രഷറി നെഗറ്റീവ് ബാലൻസിലായിരുന്നു. ദൈനംദിന ചെലവുകൾ നടത്താൻ റിസർവ് ബാങ്കിൻ്റെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്, ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. 2025 കേരളം 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഉപയോഗിക്കുകയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലാവുകയും ചെയ്തു. പുതിയ സർക്കാരിന് തൊട്ടു മുന്നിലുള്ള പ്രതിസന്ധി ഇങ്ങനെയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA, DR കുടിശ്ശിക യഥാക്രമം 21,670 കോടി, 14,387 കോടി എന്നിങ്ങനെയാണ്. ബാങ്കുകൾക്കും കരാറുകാർക്കും നൽകാനുള്ളത് 3,431 കോടി. ആകെ കുടിശ്ശിക 48,733 കോടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടം നേരിടുന്നു. 2024-25 ആകെ നഷ്ടം 78,851 കോടി. നഷ്ടക്കണക്കിൻ്റെ 72% KSRTC, വാട്ടർ അതോറിറ്റി, സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി എന്നീ സ്ഥാപനങ്ങൾക്കാണ്. ബജറ്റുകളിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനവും യഥാർത്ഥ വരുമാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സംസ്ഥാന നികുതി വരുമാനം പ്രതീക്ഷിച്ചതിനേക്കാൾ ശരാശരി 10% കുറവാണ്. കേന്ദ്ര സഹായം കുറയുന്നത് കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്.